ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷാബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. പപ്സ് പോള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഒന്നിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചതച്ചതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിയില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 3 വലിയ സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ പപ്സിൻ്റെ ഉള്ളിലുള്ള ആ മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് ഒന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം മുളക് പൊടി, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണോളം ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം പോയതിനു ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി മസാലയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടാണ് സവാള എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ചിലപ്പോൾ അധികം ആർക്കും ഇഷ്ടാവില്ല, നമുക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ബോയിൽ ചെയ്ത എഗ്ഗാണ് ആവശ്യം. ആ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 2 ആക്കിയിട്ട് അതിന് 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മഞ്ഞക്കരി ഒന്നും പൊട്ടാത്ത രീതിയിൽ, ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ജോയിൻ്റാക്കി എടുക്കാം. മസാലയും എഗ്ഗും ഒന്ന് ജോയിൻ്റായി കിട്ടിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്താൽ ആ മഞ്ഞക്കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മസാലയുടെ കൂട്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പപ്സ് പോളക്ക് ഒരു ബേസായിട്ട്
ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എഗ്ഗിൻ്റെ മിക്സ് വേണം. അതിൽ 4 എഗ്ഗാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. ഇപ്പോൾ വലിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 5 എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യാനുസരണം, മുട്ടയ്ക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നല്ല സ്പൈസിനെസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ഇത് ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റിന് ശേഷം അതിലേക്ക് ഞാൻ പാലൊഴിക്കുന്നുണ്ട്. പാലൊഴിക്കുന്നതെന്നാൽ മുട്ട ബ്രെഡ് നന്നായിട്ട് വലിച്ചെടുക്കും. അതിൻ്റെ അളവൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് പാലൊഴിക്കുന്നത്. പാലൊഴിച്ചാൽ മറ്റൊരു ഗുണമുണ്ട്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് യൂസ്ഫുൾ ആവും. അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പാലൊഴിച്ചാൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. നന്നായി ബീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതുതരം ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ 4 വശത്തിൽ ബ്രൗൺ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാൻ നിർബന്ധമില്ല. നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ അപ്പോൾ ഫോട്ടോ ഒക്കെ അല്ലേ എടുക്കല്ല, അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് കട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഉണ്ടാക്കാം. ഈ പഫ്സ് പോള ഉണ്ടാക്കാം എന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വരെ യൂസ് ചെയ്യാം. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയതിന് ശേഷം ഒരു ബ്രഷ് വെച്ച് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം, ഗ്രീസ് ചെയ്യാം. എന്തിനെന്നാൽ നമ്മൾ ബ്രെഡ് അതിൽ വെക്കുമ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം വേഗത്തിൽ ഈ പാനിൽ നിന്നും സ്കിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ബ്രെഡ് മുട്ടയുടെ മിക്സിൽ വെച്ച് മുക്കി ഈ പാനിലേക്ക് താഴത്തെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. താഴത്തു നിന്നും മുകളിലേക്ക് ആക്കിയിട്ട് വേണം ബ്രെഡ് വെക്കാൻ. എന്നാലേ ഉള്ളൂ നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തിൽ ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് മുകൾ കവർ ചെയ്യാൻ നേരത്തിൽ സിമ്പിളായി കിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ തന്നെ നമുക്ക് താഴത്തെ ബേസ് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എഗ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പപ്സ് പോള ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണിത്. ഇതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് എഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഫുള്ളും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫുള്ളും മുകൾ ഭാഗം ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എഗ് മിക്സ് ഈ പാനിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. സൈഡിൽ കൂടെ ഒഴിച്ചെടുക്കാവുന്നതാണ് നല്ലത്. ഇത് കുക്ക് ചെയ്യുമ്പോൾ അടിയിലൊരു തട്ട് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അടി വേഗത്തിൽ കരിഞ്ഞു പോകും.
ഇങ്ങനെയൊരു തട്ടാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പാൻ വെക്കുന്നത്. ഇനി ഇത് ലിഡ് വെച്ച് അടച്ചു വെച്ച് 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 20-25 മിനിറ്റ് ആവും. നിങ്ങളുടെ ഫ്ലെയിമിന് അനുസരിച്ചായിരിക്കും അത് റെഡി ആവുക. 20 മിനിറ്റ് മാക്സിമം ആണ്. ഇനി 20 മിനിറ്റിലായിട്ടില്ലെങ്കിൽ 25 മിനിറ്റ്. ഇനി ഈ ഹോളൊന്ന് നമുക്ക് അടക്കണം. ഞാനൊരു ഫോയിൽ പേപ്പർ കൊണ്ടാണ് അടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അടച്ചു വെക്കാവുന്നതാണ്. ഇനി 20 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പപ്സ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാനുണ്ട്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുകൾ ഭാഗം സോഫ്റ്റാണ്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ക്രിസ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിൽ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഗ്രീസ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ കിട്ടില്ല. ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും ഭംഗിയാണ്. കാണാൻ മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എങ്ങനെയുണ്ട് ഉൾവശം എന്നൊക്കെ. കുറച്ച് പേർക്ക് കഴിക്കാൻ ചെറിയ ക്വാണ്ടിറ്റി അല്ല, കുറച്ച് വലിയ ക്വാണ്ടിറ്റി തന്നെയാണ്. ഞാൻ ഇതുപോലെ തന്നെ ചിക്കൻ കൊണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ്. എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.